ദ വൈറ്റ് പേപ്പറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് സെക്കൻഡറി മെമ്മറീൻ്റെ പാർട്ട് 2 ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് സെക്കൻഡറി മെമ്മറീസ് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ബാക്കിയുള്ളത് എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ഫ്ലാഷ് മെമ്മറി. ഫ്ലാഷ് മെമ്മറി ഈസ് എ നോൺ വൊളാറ്റൈൽ കമ്പ്യൂട്ടർ സ്റ്റോറേജ് ടിപ്പ് മെയ്ഡ് അപ്പ് ഓഫ് EEPROM. ഓക്കെ, ഫ്ലാഷ് മെമ്മറി എന്ന് പറഞ്ഞാൽ ഒരു നോൺ വൊളാറ്റൈൽ കമ്പ്യൂട്ടർ സ്റ്റോറേജ് ചിപ്പായിട്ടാണ് പറയുന്നത്. അപ്പം നോൺ വൊളാറ്റൈൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കമ്പ്യൂട്ടർ ഓഫായി പോയാലും പവർ ഓഫായി പോയാലും ഡാറ്റ നഷ്ടമാവുന്നില്ല, പെർമനൻ്റ് ആയിരിക്കും സ്റ്റോറേജ്. അപ്പം ഇതൊരു ചിപ്പാണ് മെയ്ഡ് അപ്പ് ഓഫ് EEPROM. EEPROM എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറീനെയാണ് EEPROM എന്ന് പറയാം. അപ്പോൾ അത് വെച്ചിട്ടാണ് എന്ത് ക്രിയേറ്റ് ചെയ്തത് അല്ലെ മെയ്ഡ് ചെയ്തത്? ഫ്ലാഷ് മെമ്മറി ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ. ഫ്ലാഷ് മെമ്മറി ഇൻവെൻറ്റഡ് ബൈ ഡോക്ടർ ഫുജിയോ മൗസോക്ക എന്ന് പറഞ്ഞ ആളാണ് ഫ്ലാഷ് മെമ്മറി ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ളത്. എക്സാമ്പിൾസ് ഓഫ് ഫ്ലാഷ് മെമ്മറി സ്റ്റോറേജ് ഡിവൈസസ് ആർ USB ഫ്ലാഷ് ഡ്രൈവ്, അതുപോലെ തന്നെ മെമ്മറി കാർഡ്, പെൻഡ്രൈവ്, മെമ്മറി കാർഡ്, USB ഫ്ലാഷ് ഡ്രൈവ് ഒക്കെയാണ് ഫ്ലാഷ് മെമ്മറിക്ക് എക്സാമ്പിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഫുൾ ഫോം ഓഫ് SD കാർഡിൻ്റെ ഫുൾ ഫോം സെക്യൂർ ഡിജിറ്റൽ കാർഡിനെയാണ് SD കാർഡ് എന്ന് പറയാം. ഫ്ലാഷ് മെമ്മറി കാർഡ്സ് ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ മൊബൈൽ ഫോൺ, ഡിജിറ്റൽ ക്യാമറ, ഇൻഡസ്ട്രിയൽ, റോബോട്ടിക്സ് എക്സെട്ര. മൊബൈൽ ഫോണിലും ഡിജിറ്റൽ ക്യാമറയിലൊക്കെയാണ് ഫ്ലാഷ് മെമ്മറി മെയിനായിട്ട് യൂസ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഓക്കെ, ബയോസ് ഈസ് സ്റ്റോർഡ് ഇൻ ഫ്ലാഷ് മെമ്മറി ചിപ്പ്. എന്താ ബയോസ് എന്ന് പറഞ്ഞാൽ? ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം അല്ലേ. അപ്പം ഇത് സ്റ്റോർ ചെയ്യുന്ന ഫ്ലാഷ് മെമ്മറീൻ്റെ ഈ ഒരു ചിപ്പിൻ്റെ അകത്താണെന്നാണ് പറയുന്നത്. അടുത്തത് ക്യാഷ് മെമ്മറി. ക്യാഷ് മെമ്മറി ഈസ് എ സ്മോളസ്റ്റ് ഹൈ സ്പീഡ് മെമ്മറി വിച്ച് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ എ പോർഷൻ ഓഫ് പ്രോഗ്രാം ഓർ ഡാറ്റ ടെമ്പററിലി ഫ്രം ദ മെയിൻ മെമ്മറി. മെയിൻ മെമ്മറിയിൽ നിന്ന് ടെമ്പററി ആയിട്ട് ഒരു പ്രോഗ്രാമോ ഒരു ഡാറ്റയോ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെമ്മറീനെയാണ് നമ്മൾ ഹൈ സ്പീഡ് മെമ്മറിയാണ്. സ്മോൾ ഹൈ സ്പീഡ് മെമ്മറീനെയാണ് നമ്മൾ എന്ത് പറയുക? ക്യാഷ് മെമ്മറി എന്ന് പറയാം. ഇറ്റ് പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ റാം ആൻഡ് CPU. റാമിൻ്റെയും CPUൻ്റെയും ഇടയ്ക്കായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്ത്? ക്യാഷ് മെമ്മറി കേട്ടോ. ക്യാഷ് മെമ്മറി ഈസ് എ വൊളാറ്റൈൽ മെമ്മറി. വൊളാറ്റൈൽ മെമ്മറി എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഓഫായി പോയിട്ടുണ്ടെങ്കിൽ ഡാറ്റ നഷ്ടമാകും. ഓക്കെ, ക്യാഷ് മെമ്മറി ഈസ് എ വൊളാറ്റൈൽ മെമ്മറി. ഫാസ്റ്റ് സ്റ്റോറേജ് ബഫർ ഇൻ ദ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. CPUൻ്റെ അകത്ത് ഫാസ്റ്റ് സ്റ്റോറേജ് ബഫർ ആയിരിക്കും ഉണ്ടാവുക. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഹോൾഡ് ദ പാർട്ട് ഓഫ് ഡാറ്റ ആൻഡ് പ്രോഗ്രാം വിച്ച് ആർ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ബൈ ദ CPU. അപ്പം CPU ഏറ്റവും കൂടുതൽ തവണ യൂസ് ചെയ്യുന്നത്, ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതുമായിട്ടുള്ള ഡാറ്റയും പ്രോഗ്രാമുകളൊക്കെ ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് ക്യാഷ് മെമ്മറി ചെയ്യുന്നത്. പ്രൊസസ്സർ റിട്രീവ്സ് ഇൻസ്ട്രക്ഷൻസ് ഓർ ഡാറ്റ ഫ്രം ദ ക്യാഷ് മെമ്മറി. ക്യാഷ് മെമ്മറിയിൽ നിന്നായിരിക്കും ഈ പ്രൊസസ്സർ എന്ത് ചെയ്യുന്നത്? ഡാറ്റ ഇൻസ്ട്രക്ഷനൊക്കെ റിട്രീവ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അടുത്തത് രജിസ്റ്ററാണ്. Register is a group of memory cells located inside the CPU. CPUൻ്റെ അകത്താണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ക്യാഷ് മെമ്മറിയോ റാമിൻ്റെയും CPUൻ്റെയും ഇടയിലായിട്ടാണ് അല്ലേ. രജിസ്റ്റേഴ്സ് ആർ സ്റ്റോറേജ് ലൊക്കേഷൻ ഇൻസൈഡ് CPU. Thus contents can be accessed more quickly by the CPU than other memory. അപ്പം നമുക്കൊരു കണ്ടൻറ്റ് പെട്ടെന്ന് ആക്സസ് ചെയ്യണമെങ്കിൽ അത് എന്തിൽ കൂടെ സാധിക്കും? രജിസ്റ്റേഴ്സ് വഴിയായിരിക്കും സാധിക്കുക. ഇതൊരു സ്റ്റോറേജ് ലൊക്കേഷനാണ് രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. CPUൻ്റെ അകത്തുള്ള ഒരു സ്റ്റോറേജ് ലൊക്കേഷനാണ്. കണ്ടൻസ് ക്യാൻ ബി ആക്സസ്ഡ് മോർ ക്വിക്ക്ലി ബൈ ദ CPUന് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും കണ്ടൻസ് ദാൻ അതർ മെമ്മറി. മറ്റു മെമ്മറികളെക്കാളിലും കൂടുതൽ ആക്സസ് കിട്ടുക രജിസ്റ്റേഴ്സിനാണ്. ഇറ്റ് ഈസ് ദ ഫാസ്റ്റസ്റ്റ് മെമ്മറി കോമ്പണൻറ്റ് ഇൻ എ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിലെ ഫാസ്റ്റസ്റ്റ് മെമ്മറി കോമ്പണൻ്റ് ആണ്. ദ പവർ ആൻഡ് സ്പീഡ് ഓഫ് എ CPU ഈസ് ഡിറ്റർമൈൻഡ് ബൈ നമ്പർ ഓഫ് രജിസ്റ്റേഴ്സ്. ഒരു CPUൻ്റെ പവറും സ്പീഡും എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ എത്ര രജിസ്റ്റർ ഉണ്ട് എന്ന് ഉള്ളതിനെ അപേക്ഷിച്ചിരിക്കും. നമ്പർ ഓഫ് രജിസ്റ്റേഴ്സ് ആണ്
അത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. പവർ സ്പീഡൊക്കെ ഒരു CPU ഉണ്ട് കേട്ടോ. ദ പാർട്ട് ഓഫ് ദ CPU വിച്ച് സപ്ലൈസ് ഓപ്പറേഷൻസ് ടു ALU. ALUവിലേക്ക് ഓപ്പറേഷൻസ് സപ്ലൈ ചെയ്യുന്നത് ആരാണ്? ഈ രജിസ്റ്റേഴ്സാണ്. CPUവിൻ്റെ ഭാഗമായിട്ടുള്ള ALUവിലേക്ക് ഓപ്പറേഷൻസ് സപ്ലൈ ചെയ്യുന്നത് രജിസ്റ്റേഴ്സാണ്. അതുപോലെ തന്നെ ദ പാർട്ട് ഓഫ് ദ CPU വിച്ച് സ്റ്റോർ റിസൾട്ട് ഓഫ് ALU ഓപ്പറേഷൻ. ഈ ALU ഓപ്പറേഷൻ്റെയൊക്കെ റിസൾട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നതും രജിസ്റ്റേഴ്സിലാണ്. ഓക്കെ, ഇനി രജിസ്റ്റർ ഈസ് ദ ഫാസ്റ്റസ്റ്റ് മെമ്മറി ആസ് കമ്പയർഡ് ടു ക്യാഷ് മെമ്മറി. ക്യാഷ് മെമ്മറിനേക്കാളും ഫാസ്റ്റസ്റ്റ് മെമ്മറി ആയിട്ടാണ് രജിസ്റ്റേഴ്സിനെ പറയുന്നത്. ഓക്കെ, അടുത്തത് ബഫറാണ്. ബഫർ ഈസ് ദ സ്റ്റോറേജ് ഏരിയ ഇൻ എ റാം വേർ ഡാറ്റ ഈസ് സ്റ്റോർഡ് ഫോർ എ ഷോർട്ട് എമൗണ്ട് ഓഫ് ടൈം. ഒരു ഷോർട്ട് എമൗണ്ട് ഓഫ് ടൈമിലേക്ക് ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സ്റ്റോറേജ് ഏരിയ ആണ്. റാമിൻ്റെ അകത്തുള്ള സ്റ്റോറേജ് ഏരിയ ആണ് ബഫർ എന്ന് പറയുന്നത്. ടെമ്പററി മെമ്മറി കണക്റ്റഡ് ടു ദ CPU ഫോർ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ്. അപ്പം ഒരു ടെമ്പററി മെമ്മറിയാണ് CPU ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ടെമ്പററി മെമ്മറി. ബഫറിംഗ് മീൻസ് പ്രീ ലോഡിംഗ് ഓഫ് ഡാറ്റ ഇൻ ടു എ റിസർവ്ഡ് ഏരിയ ഓഫ് മെമ്മറി. ഇത് പഠിച്ചിരിക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. പ്രീ ലോഡിംഗ് ഓഫ് ഡാറ്റ എന്ന് കണ്ടിട്ടുണ്ട്, ആരെ കൊടുക്കുക? ബഫറിംഗ്. ബഫറിംഗ് മീൻസ് പ്രീ ലോഡിംഗ് ഓഫ് ഡാറ്റ ഇൻ ടു എ റിസർവ്ഡ് ഏരിയ ഓഫ് മെമ്മറി. ഓക്കെ, ഇനി അടുത്തത് അഡ്രസ്സാണ്. എ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ എക്സാക്ട് ലൊക്കേഷൻ ഓഫ് ഡാറ്റ ഇൻ എ മെമ്മറി. ഒരു മെമ്മറീൻ്റെ അകത്തെ എക്സാക്റ്റ് ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള എ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ എക്സാക്റ്റ് ലൊക്കേഷൻ ഓഫ് ഡാറ്റ ഇൻ മെമ്മറി. ദ വേരിയബിൾസ് യൂസ്ഡ് ഇൻ ടു ദ ഹോൾഡ് ദ അഡ്രസ് ഓഫ് എ പർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷൻ ഈസ് കോൾഡ് പോയിൻ്റർ. വേരിയബിൾസ് യൂസ്ഡ് ഇൻ ടു ഹോൾഡ് ദ അഡ്രസ്സ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ പർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷനാണ് നമ്മൾ എന്ത് വിളിക്കുക? പോയിൻ്റർ എന്ന് വിളിക്കുക. ഓക്കെ, അടുത്തത് വെർച്വൽ മെമ്മറി. വെർച്വൽ മെമ്മറി ഈസ് എ മെമ്മറി മാനേജ്മെൻറ്റ് capability ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസസ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ to allow a computer to compensate for physical memory storage by temporarily transferring data from random access memory to disk storage. വെർച്വൽ മെമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫിസിക്കൽ മെമ്മറി സ്റ്റോറേജ് കുറവാണെങ്കിൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന ഒരു മെമ്മറി മാനേജ്മെൻറ്റ് ക്യാപ്പബിലിറ്റി ആയിട്ടാണ് വെർച്വൽ മെമ്മറീനെ പറയാം. അപ്പം നമ്മൾ ടെമ്പററിലി എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും ഡാറ്റ റാമിൽ നിന്ന് ഡിസ്കിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് നമുക്ക് എന്ത് പറയാം? വെർച്വൽ മെമ്മറി എന്ന് പറയും. ഓക്കെ, ഹാർഡ്വെയറിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി ഒരു കമ്പ്യൂട്ടർ കോമ്പൻസേറ്റ് ചെയ്യുക, ഫിസിക്കൽ മെമ്മറി സ്റ്റോറേജിന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് വെർച്വൽ മെമ്മറി. ദ പ്രോസസ് ഓഫ് ട്രാൻസ്ലേറ്റിംഗ് വെർച്വൽ അഡ്രസ് ടു ഫിസിക്കൽ അഡ്രസ് ഈസ് നോൺ ആസ് മാപ്പിംഗ്. അപ്പം വെർച്വൽ അഡ്രസ്സിന് ഫിസിക്കൽ അഡ്രസ്സിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിനെയാണ് മാപ്പിംഗ് എന്ന് പറയാം. ദ കോപ്പിംഗ് ഓഫ് വെർച്വൽ പേജസ് ഫ്രം വെർച്വൽ മെമ്മറി ടു മെയിൻ മെമ്മറി. മെയിൻ മെമ്മറിയിലേക്ക് വെർച്വൽ മെമ്മറിയിൽ നിന്ന് അതിൻ്റെ പേജുകൾ കോപ്പി ചെയ്യുന്നതിന്, വെർച്വൽ പേജസ് കോപ്പി ചെയ്യുന്നതിനെയാണ് സ്വാപ്പിംഗ് അല്ലെങ്കിൽ പേജിങ് എന്നൊക്കെ പറയാം. പേജിങ് അല്ലെങ്കിൽ സ്വാപ്പിംഗ്. അപ്പം മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? വെർച്വൽ അഡ്രസ്സിനെ ഫിസിക്കൽ അഡ്രസ്സിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പ്രോസസ്സ്. അതുപോലെ തന്നെ കോപ്പിയാണ് ഈ പേജസൊക്കെ, വെർച്വൽ പേജസൊക്കെ വെർച്വൽ മെമ്മറിയിൽ നിന്ന് മെയിൻ മെമ്മറിയിലേക്ക് കോപ്പി ചെയ്യുന്നതിനെയാണ് പേജിങ് അല്ലെങ്കിൽ സ്വാപ്പിംഗ് എന്നൊക്കെ പറയാം. അടുത്തത് അസോസിയേറ്റീവ് മെമ്മറി. എ ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ മെമ്മറി ഫ്രം വിച്ച് ഐറ്റംസ് മേ ബി റിട്രീവ്ഡ് ബൈ മാച്ചിങ് സം പാർട്ട് ഓഫ് ദെയർ കണ്ടൻസ് റേദർ ദാൻ ബൈ സ്പെസിഫൈങ് ദെയർ അഡ്രസ്. അപ്പോൾ അസോസിയേറ്റീവ് മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കണ്ടൻറ്റ് നമുക്ക് റിട്രീവ് ചെയ്യണേ, അതിന് മാച്ചായിട്ടുള്ള കണ്ടൻറ്റ് കൊടുത്തിട്ടുണ്ട്, അത് റിട്രീവ് ചെയ്ത് എടുത്തു തരും. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം. എ ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ മെമ്മറി ഫ്രം വിച്ച് ഐറ്റംസ് മേ ബി റിട്രീവ്ഡ് ബൈ മാച്ചിങ് സം പാർട്ട് ഓഫ് ദെയർ കണ്ടൻസ് മാച്ചാകുമ്പം എന്ത് ചെയ്യും? ഐറ്റംസ് റിട്രീവ് ചെയ്ത് എടുത്തു തരും. ഓക്കെ, റേദർ ദാൻ ബൈ സ്പെസിഫൈങ് ദെയർ അഡ്രസ്സ് കൊടുക്കുന്നതിനേക്കാട്ടിലും കൂടുതൽ കണ്ടൻറ്റിൻ്റെ പേര് കൊടുക്കുകയാണെങ്കിൽ അതും മാച്ചായിട്ടുള്ള കണ്ടൻറ്റൊക്കെ റിട്രീവ് ചെയ്ത് വരും. അസോസിയേറ്റീവ് മെമ്മറി ഈസ് ഓൾസോ കോൾഡ് കണ്ടൻറ്റ് അഡ്രസ്സബിൾ മെമ്മറി, CAM.
കണ്ടൻറ്റ് അഡ്രസ്സബിൾ മെമ്മറി. കാരണം കണ്ടൻറ്റ് കൊടുത്തിട്ടാണ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ കണ്ടൻറ്റ് അഡ്രസ്സബിൾ മെമ്മറി എന്നാണ് പറയുന്നത്. ക്യാം ഈസ് യൂസ്ഡ് ഇൻ ഹൈ സ്പീഡ് സെർച്ചിങ് ആപ്ലിക്കേഷൻസ്. ഹൈ സ്പീഡ് സെർച്ചിങ് ആപ്ലിക്കേഷനിലാണ് എന്ത് യൂസ് ചെയ്യുക? ക്യാം യൂസ് ചെയ്യുക. ക്യാം ഡിസൈൻ ടു സെർച്ച് എൻറ്റയർ മെമ്മറി ഇൻ എ സിംഗിൾ ഓപ്പറേഷൻ. ഒരു സിംഗിൾ ഓപ്പറേഷൻ തന്നെ എൻറ്റയർ മെമ്മറി സെർച്ച് ചെയ്യാൻ വേണ്ടി ക്യാം യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഫാസ്റ്റർ ദാൻ റാമിനേക്കാളിലും ഫാസ്റ്റർ ആണ്. അതുപോലെ തന്നെ മോർ എക്സ്പെൻസീവും ആണ്. ഓക്കെ, അടുത്തത് മെമ്മറി യൂണിറ്റ് ആണ്. ഇതും പഠിച്ചിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് മെമ്മറി ഈസ് ബിറ്റ്. ഏറ്റവും ചെറിയ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് മെമ്മറി അത് ബിറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ബിറ്റ് ഈസ് ദ ഷോർട്ട് ഫോം ഓഫ് ബൈനറി ഡിജിറ്റ്. ബിറ്റ് എന്ന് പറഞ്ഞാൽ ബൈനറി ഡിജിറ്റ് ആണ് കേട്ടോ. ഇനി മെമ്മറി ഓഫ് എ കമ്പ്യൂട്ടർ ഈസ് യൂഷ്വലി മെഷേർഡ് ഇൻ ബൈറ്റ്സ്. അപ്പം മെമ്മറി ബൈറ്റ്സിലാണ് മെഷർ ചെയ്യുക. 1 ബിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1ഉം 0യും ഉൾപ്പെടും. അതിൻ്റെ അകത്ത് 1 ബിറ്റ് എന്ന് പറഞ്ഞാൽ 1 ഓർ 0. 1 ബിറ്റിൻ്റെ അകത്ത് 1ഉം ഉണ്ടാവും 0 ഉണ്ടാവും. ഹാഫ് ബൈറ്റ് ഈസ് നോൺ ആസ് നിബിൾ. ഹാഫ് ബൈറ്റ് ഈസ് നോൺ ആസ് നിബിൾ. ഈ നിബിളിൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് പ്രീവിയസ് ഇയറെ. എ കോമ്പിനേഷൻ ഓഫ് 16 ബിറ്റ്സ് ഈസ് കോൾഡ് എ വേർഡ്. ഒരു വേർഡ് ആവുന്നത് 16 ബിറ്റുകൾ ചേർന്നിട്ടാണ്. കോമ്പിനേഷൻ ഓഫ് 16 ബിറ്റ് ഈസ് കോൾഡ് എ വേർഡ്. ഇനി ഹാഫ് ബൈറ്റ് ആണ് നിബിൾ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 1 നിബിൾ എന്ന് പറയുന്നത് 4 ബിറ്റുകളാണ്. 1 നിബിൾ 4 ബിറ്റ് കേട്ടോ, 4 ബിറ്റ്സ്. ഇനി 8 ബിറ്റ് എന്ന് പറയുന്നതാണ് 1 ബൈറ്റ്. 8 ബിറ്റ് എന്ന് പറയുന്നതാണ് 1 ബൈറ്റ്. ഓക്കെ, ഇനി 1024 ബൈറ്റാണ് 1 കിലോ ബൈറ്റ് എന്ന് പറയുന്നത്. 1024 ബൈറ്റ് 1 കിലോ ബൈറ്റ്, KB എന്ന് നമ്മൾ പറയും. 1024 കിലോ ബൈറ്റ് എന്ന് പറയുന്നതാണ് 1 മെഗാ ബൈറ്റ്, അതായത് MB. ഒരു MB എന്ന് പറയുന്നത് 1024 KB ചേർന്നതാണ് 1 MB. ഇനി 1024 മെഗാബൈറ്റ്, അതായത് 1024 MB എന്ന് പറയുന്നതാണ് 1 ജിഗാബൈറ്റ്, GB. 1 GB കേട്ടോ. ഇതിലേതോ ഒരെണ്ണം ക്വസ്റ്റ്യൻ ആയിട്ട് പ്രീവിയസ് ഇയർ വന്നിട്ടുണ്ട്, ഇത് പഠിച്ചിരിക്കാം. അതുപോലെ തന്നെ 1 GB എന്ന് പറയുന്നത് 1024 MB ആണ്. ഇനി 1024 ജിഗാബൈറ്റ് എന്ന് പറയുന്നതാണ് 1 ടെറാബൈറ്റ്. 1 ടെറാബൈറ്റിനെ പറയുന്നതാണ് 1024 ജിഗാബൈറ്റ്. ഇനി 1024 TBനെയാണ് 1 PB എന്ന് പറയാം, പെറ്റാബൈറ്റ്. അപ്പോൾ TB ആണ് പെറ്റാബൈറ്റ് കേട്ടോ. ഇനി 1024 പെറ്റാബൈറ്റ് എന്ന് പറയുന്നതാണ് 1 എക്സാബൈറ്റ്. 1024 പെറ്റാബൈറ്റാണ് 1 എക്സാബൈറ്റ്. 1024 എക്സാബൈറ്റാണ് 1 സെറ്റാബൈറ്റ്. 1024 എക്സാബൈറ്റാണ് 1 സെറ്റാബൈറ്റ്. 1024 സെറ്റാബൈറ്റിന് നമുക്ക് 1 യോട്ടോബൈറ്റ് എന്ന് പറയാം. 1 യോട്ടോബൈറ്റാണ് 1024 സെറ്റാബൈറ്റാണ് 1 യോട്ടാബൈറ്റ്, YB. അതുപോലെ 1024 യോട്ടാബൈറ്റ് 1 ബ്രോണ്ടോബൈറ്റ്, BB. 1024 ബ്രോണ്ടോബൈറ്റ് ആണ് 1 ജിയോബൈറ്റ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചിരിക്കുക. ഇനി ബാക്കി നിങ്ങളിത് പഠിച്ചിട്ട് വേണം ബാക്കി ക്ലാസ് കേൾക്കാൻ കേട്ടോ. ദ മാക്സിമം പോസിറ്റീവ് നമ്പർ വിച്ച് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ കമ്പ്യൂട്ടർ സിസ്റ്റം വിത്ത് വേർഡ് ലെങ്ത് ഓഫ് n ബിറ്റ്. ഒരു കമ്പ്യൂട്ടറിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന മാക്സിമം പോസിറ്റീവ് നമ്പറിൻ്റെ വേർഡ് ലെങ്ത് എന്ന് പറയുന്നത് n ബിറ്റ് ആണെങ്കിൽ 2n-1 ആയിരിക്കും കേട്ടോ. ഇനി OCT-ET എന്താ നോക്കാം. OCT-ET ഈസ് എ യൂണിറ്റ് ഓഫ് ഡിജിറ്റൽ ഇൻഫർമേഷൻ ഇൻ കമ്പ്യൂട്ടിംഗ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ. കമ്പ്യൂട്ടിങ്ങിന് വേണ്ടിയിട്ടും ടെലികമ്മ്യൂണിക്കേഷനും വേണ്ടി യൂസ് ചെയ്യുന്ന യൂണിറ്റ് ഓഫ് ഡിജിറ്റൽ ഇൻഫർമേഷനെയാണ് OCT-ET എന്ന് പറയാം. 1 OCT-ET എന്ന് പറഞ്ഞാൽ 8 ബിറ്റുകൾ ചേർന്നതാണ്. 8 ബിറ്റ് കേട്ടോ. ഇവിടെ നമ്മൾ 8 ബിറ്റ് വേറെ എന്തിനോ പഠിച്ചു. 1 ബൈറ്റാണ് 8 ബിറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ 8 ബിറ്റ് എന്ന് പറഞ്ഞാൽ OCT-ET ഒരെണ്ണം.
ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. സെക്കൻഡറി മെമ്മറി അല്ലേ, അത് നമ്മളിപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.